വേനൽക്കാലത്ത് നനച്ചുണ്ടാക്കിയ പച്ചമുളക് ഇതാ വർഷക്കാലമായപ്പോൾ നന്നായിട്ട് മുളകൊക്കെ കായ്ച്ചിട്ടുണ്ട്. മുളക് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇല വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് നടക്കാവിൽ ഹോസ്പിറ്റലിൽ ഒരു പരിപാടി ഉണ്ടല്ലോ. അവിടെ പാരാമെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഫുഡ് ഫെസ്റ്റാണ് ഇന്ന്. എന്നെ സ്വീകരിക്കാനായിട്ട് പ്രിൻസിപ്പൽ നസ്ല മാമും മാമിൻ്റെ കുറേ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ജഡ്ജ് ചെയ്യാൻ നസ്ല മാമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റാളുകൾ നടന്ന് നോക്കുകയാണ്. ഈ സ്റ്റാള് വ്യത്യസ്തമായിട്ടുള്ള ഡെസേർട്ടുകളായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഓരോ ഡെസേർട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഡെസേർട്ടുകൾ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള ഒരു ബാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിനും അവർക്ക് ഓരോ സ്റ്റാളിനും മാർക്കും കൊടുക്കുന്നുണ്ട്. ഇവർ തയ്യാറാക്കിയിട്ടുള്ള ഓരോ ഐറ്റംസും അവരെന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണത് തയ്യാറാക്കി, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർത്ത് എന്നൊക്കെ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മധുരത്തിനോടാണെങ്കിൽ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റാളാണെങ്കിൽ അറേബ്യൻ ഡിഷുകൾ മാത്രം തയ്യാറാക്കിയിട്ടുള്ളൊരു സ്റ്റാളായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ഉണ്ടായിരുന്നു അടുത്ത സ്റ്റാളിൽ. അവിടെ നിന്നെല്ലാം കഴിച്ച് ചെന്നപ്പോൾ ഇതാ വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്ക്സുകളുടെ ഒരു സ്റ്റാള്. ഇവിടെ എന്ത് പറഞ്ഞാലും അവർ പെട്ടെന്ന് തയ്യാറാക്കി തരുമായിരുന്നു. അങ്ങനെ അടുത്ത സ്റ്റാളിലേക്ക് ചെന്നപ്പോൾ സംഭാരം തന്നിട്ടാണ് നമ്മളെ സ്വീകരിച്ചത്. അപ്പോൾ അവരുടെ സംഭാരമൊക്കെ കുടിച്ച് പിന്നെ ഓരോ വിഭവങ്ങളും അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ തന്നത് ആമ്പൂർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അടുത്തത് ടേസ്റ്റ് ചെയ്ത് ചിന്ന ഇഡ്ഡലി വട സ്പെഷ്യൽ ചമ്മന്തി. ആ ചിന്ന ഇഡ്ഡലിയുടെ ടേസ്റ്റ് എൻ്റെ വായിന്ന് ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ആ ചിന്ന ഇഡ്ഡലിയും ചമ്മന്തിയും. അങ്ങനെ ഓരോ വിഭവങ്ങളും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റാളിലേക്ക് പോയി നോക്കാം. മലബാർ പലഹാരങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ കേട്ടോ. എന്തെല്ലാം പലഹാരങ്ങളാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ചക്കിയമ്മ എപ്പോഴും കള്ള് ഷാപ്പിലെ വിഭവങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിക്കാൻ പറ്റി. അപ്പോൾ കള്ളില്ല കേട്ടോ, കള്ള് ഷാപ്പിലെ മറ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ കുറേ മക്കളുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അവരിതാ ഷെയർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നില്ലേ. ന്യൂ ജനറേഷൻ മക്കളുടെ ആ ഒരു സ്നേഹം നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അവരെല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അതിഗംഭീരമായൊരു ഫുഡ് ഫെസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നടന്നത്. എല്ലാ സ്റ്റോളിലും അടിപൊളി വിഭവങ്ങളും.